Hello and welcome to today's session. Today we are going to discuss about sparse matrix. First of all, we will have a look on matrix in general. A matrix is a two-dimensional data object made of m rows and n columns, therefore having a total of m into n values. In most of the elements of the matrix have zero values, then it is called a sparse matrix. സാധാരണ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം റോസും എൻ കോളംസും ഉണ്ടെങ്കിൽ അതിൽ ടോട്ടൽ എം ഇൻറ്റു എൻ വാല്യൂസ് ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു മെട്രിക്സിലെ മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സ് ഓർ മെജോറിറ്റി നമ്പർ ഓഫ് എലമെന്റ്സ് സീറോ വാല്യൂ ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്പാർസ് മെട്രിക്സ്. സോ ഇതൊരു സാധാരണ മെട്രിക്സിന്റെ എക്സാമ്പിൾ ആണ്. ഹിയർ വി ഹാവ് 3 columns and 4 rows. So this is a two-dimensional matrix which can be represented using a two-dimensional array. So sparse matrix. Why we need sparse matrix instead of simple matrix? സാധാരണ ഒരു മെട്രിക്സിനെ അപേക്ഷിച്ച് നമുക്ക് സ്പാർസ് മെട്രിക്സ് ഉപയോഗിച്ചുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് മാത്രം മതിയായിരിക്കും ഒരു സ്പാർസ് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ. സാധാരണ ഒരു മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിൽ ധാരാളം വാല്യൂസ് ഉണ്ടായിരിക്കും, പക്ഷേ മെജോറിറ്റി ഓഫ് ദി വാല്യൂസ് സീറോ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് സ്പാർസ് മെട്രിക്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്ന സ്റ്റോറേജ് സ്പേസ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും സ്റ്റോറേജ് സ്പേസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി, അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയവും നോർമലി നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ സ്പേസും ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്ത് ചെയ്താൽ, ഇഫ് യു ആർ യൂസിങ് എ സ്പാർസ് മാട്രിക്സ്. സോ ഇതൊരു സ്പാർസ് മാട്രിക്സിന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 6 കോളംസും 6 റോസും ഉണ്ട്. സോ വി ഹാവ് 36 എലമെന്റ്സ്, ബട്ട് വി ഹാവ് നോൺ സീറോ വാല്യൂസ് ഇൻ first row 3, second row 2, 5, third row 1, 6, then no elements in fourth row. Row number 4 1, then row number 5 1. അപ്പോൾ 3, 2, 5, 6, 7, 8. We have only 8 values in this matrix. All other elements are zeros. സോ നമുക്കൊരു സ്പാർസ് മെട്രിക്സിനെ സീരിയൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ ഈ ഒരു സ്ട്രക്ചറിൽ 3 ഫീൽഡുകളായിരിക്കും ഉണ്ടാവുക. ഒന്ന് കോളം നമ്പർ, റോ നമ്പർ ആൻഡ് വാല്യൂ. സോ ദിസ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു റെപ്രസെന്റ് ദ സ്പാർസ് മെട്രിക്സ് if you are using a linked list. So ഒരു സ്പാർസ് മെട്രിക്സിനെ നമുക്ക് വേണമെങ്കിൽ 2D അറേ ആയിട്ട് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. ബേസിക്കലി ഈ ഫുൾ മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് സ്പേസ് വേസ്റ്റേജ് വരും. കാരണം നോൺ സീറോ എലമെൻസിനെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ സെല്ലുകൾ ഉപയോഗിക്കേണ്ടി വരും. അതായത് ഇഫ് യു ആർ യൂസിങ് എ ട്രിപ്പിൾസ്, അതായത് റോ നമ്പർ, കോളം നമ്പർ, വാല്യൂ ഇങ്ങനെ മാത്രമുള്ള ഒരു
അറേ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്പാർസ് മെട്രിക്സിനെ ലെസ്സർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. സോ സ്പാർസ് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ രണ്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, നമ്മളിപ്പോൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അറേ റെപ്രസെൻറ്റേഷൻ. മറ്റൊന്ന്, നിങ്ങളുടെ ലിങ്ക്ഡ് ലിസ്റ്റിനെ പറ്റി കേട്ട് കാണും. അത്തരത്തെ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സ്പാർസ് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ 2D അറേ വെച്ചിട്ട് സ്പാർസ് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ 3 കോളംസ് അല്ലെങ്കിൽ 3 റോസ് ആയിരിക്കും ഉണ്ടാവുക. എനിവേ ദേ ആർ നെയിംഡ് ആസ് റോ which represents the row number of the non-zero element, column which represents the column number of the non-zero element in the main matrix, and value, the corresponding non-zero value. ഇത്രയും 3 റോസ് ആയിട്ടായിരിക്കും നമ്മൾ സ്പാർസ് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മെട്രിക്സിനെ ഒരു സ്പാർസ് മെട്രിക്സിന്റെ അറേ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും. എ എന്ന് പറയുന്ന അറേയാണ്. നമ്മൾ 0th എലിമെന്റിലെ ടോട്ടൽ നമ്പർ ഓഫ് എത്ര റോസ് ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് എത്ര കോളംസ് ഉണ്ട് മെയിൻ മാട്രിക്സിന് എന്നുള്ള വാല്യൂയാണ് സ്റ്റോർ ചെയ്യുക. അതായത് ഇത് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വാല്യൂയാണ്, ആക്ച്വലി ഡാറ്റയല്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സാമ്പിൾ മെട്രിക്സിൽ 6 റോസും 6 കോളംസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് A0യിലെ റോ എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ നമ്മൾ 6 എഴുതും. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടോട്ടൽ ഓഫ് 6 റോസ്. ആൻഡ് കോളം എന്നുള്ളതിന് നേരെ നമ്മൾ 6 എഴുതും. അഗെയിൻ ഇറ്റ് ഹാസ് ടോട്ടൽ ഓഫ് 6 കോളംസ്. ആൻഡ് വാല്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അതിൽ നോൺ സീറോ എലമെന്റ്സിന്റെ നമ്പർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് 8 non-zero elements in the main matrix. ദെൻ നമ്മൾ ഓരോ റോയിലും ഓരോ എലമെന്റ്സിന്റെ ഡീറ്റെയിൽസ് എഴുതും. ദാറ്റ് ഈസ് നമ്മുടെ മെയിൻ മെട്രിക്സിലെ 0th റോ 0th കോളം എന്ന് പറയുന്ന പൊസിഷനിൽ 15 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ this represents row number 0 and column number 0, and our value is 15. That is why here row എന്ന് പറയുന്ന കോളത്തിൽ 0 and column എന്ന് പറയുന്ന കോളത്തിലും 0. That is the element is located in 0 0 position of our main matrix, and the value at that location is 15. അവിടെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. ദാറ്റ് ഈസ് വൈ വി ഹാവ് 15 ഹിയർ. ഹിയർ ആൾസോ വി ഹാവ് 15. അതിനടുത്ത് 0th റോയിലെ 3rd കോളത്തിൽ 0th റോയിലെ 3rd കോളത്തിൽ വി ഹാവ് എ വാല്യൂ ഓഫ് 22. സോ റോ നമ്പർ 0, that's why here it is 0, and column number 3, that is why here it is 3, and the value stored is 22, that is why the value column contains 22. അതുപോലെ 0th റോയിലെ 5th എലിമെന്റ് എന്ന് പറയുന്നത് -15. 0th റോയിലെ കോളം നമ്പർ 5ന്റെ ഉള്ളിൽ നമുക്കുള്ള വാല്യൂ -15. അടുത്ത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ദാറ്റ് ഈസ് 11. 1ാമത്തെ റോയിലെ 1ാമത്തെ കോളത്തിൽ ഇരിക്കുന്ന വാല്യൂ 11 ആണ്. അതുപോലെ 1ാമത്തെ റോയിലെ 2ാമത്തെ കോളത്തിൽ 3, ഫസ്റ്റ് റോ, ആൻഡ് 2nd കോളത്തിൽ വി ഹാവ് 3, ആൻഡ് 2nd റോ 3rd കോളം വി ഹാവ് -6, 2nd റോ ആൻഡ് 3rd കോളം വി ഹാവ് -6. നെക്സ്റ്റ് 4th റോ 0th കോളത്തിൽ 91, that is 4th row and 0th column we have 91, and 8th element എന്ന് പറയുന്നത് 5th റോയിലെ 2nd element 28, 5th റോയിലെ 2nd കോളത്തിലെ 28. സോ
ഈ മൊത്തം മാട്രിക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പാർസ് മാട്രിക്സ് ഉപയോഗിക്കും. ഇവിടെ നമുക്ക് 6/6 ദാറ്റ് ഈസ് 36 എലിമെന്റ് സ്റ്റോർ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ഇവിടെ വി ഹാവ് 9/3 ദാറ്റ് ഈസ് 27 എലിമെന്റ്സ് മാത്രം നമുക്ക് സ്റ്റോർ ചെയ്താൽ മതിയായിരിക്കും. സോ അങ്ങനെ വലിയ മെട്രിക്സിനെ ചെറിയ രീതിയിൽ ചെറിയ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പാർസ് മെട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വി ക്യാൻ ആൾസോ റെപ്രസെന്റ് ദ സ്പാർസ് മെട്രിക്സ് ആസ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. നമ്മൾ നേരത്തെ കണ്ട ഒരു സ്ട്രക്ചർ ഡെഫിനിഷനിൽ കണ്ട പോലെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ആ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഒരു നോഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ദാറ്റ് ഈസ് റോ. ഇറ്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ദ റോ വേർ നോൺ സീറോ എലമെന്റ് ഈസ് ലൊക്കേറ്റഡ്. നമ്മുടെ നോൺ സീറോ എലമെന്റ് ഇരിക്കുന്ന ലൊക്കേഷന്റെ റോ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീൽഡ്, അതുപോലെ നോൺ സീറോ എലമെന്റ് ഇരിക്കുന്ന കോളം നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡ്, അതേപോലെ വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡ്. സോ ദിസ് കണ്ടെയ്ൻസ് എ നോൺ സീറോ വാല്യൂ. അതുകൂടാതെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡ്. ഇപ്പം ഇത്രയും 4 ഫീൽഡുകളായിരിക്കും ഇതിനെ നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ല മറ്റൊരു സാമ്പിൾ മെട്രിക്സ് ആണ്. സോ ഇതിൽ 0th റോയില് 4th കോളത്തിൽ എന്തുണ്ട്, നമുക്ക് 3 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. 0th റോ 0th റോ 4th ലൊക്കേഷനിൽ 4. സോറി, ഇത് ആദ്യം കൊടുത്തിരിക്കുന്ന ഓക്കെ, ഇത് 0th റോയില് 0, 1, 2, സെക്കൻഡ് കോളത്തില് 3 എന്ന് പറയുന്ന വാല്യൂ, അതുപോലെ 0th റോയില് 4th കോളത്തില് 4 എന്ന് പറയുന്ന വാല്യൂ. 0, 1, 2, 3, 4, 1, 2, 3, 4, 4th കോളത്തില് 4 എന്ന് പറയുന്ന വാല്യൂ. ദെൻ അതുപോലെ ഫസ്റ്റ് റോയില് 0, 1, 2, സെക്കൻഡ് കോളത്തിൽ 5 എന്ന് പറയുന്ന വാല്യൂ. ഇങ്ങനെ ഇതിലുള്ള വാല്യൂസിനെ മുഴുവനെ നമ്മൾ റോ നമ്പറും കോളം നമ്പറും എൻ്റെ വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു സ്പാർസ് മെട്രിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സ്പാർസ് മെട്രിക്സ് റെപ്രസെന്റേഷൻ യൂസിങ് അറേ. അറേ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അതേ സമയത്ത് ഇഫ് യു ആർ യൂസിങ് എ ലിങ്ക്ഡ് ലിസ്റ്റ് ഇറ്റ് വുഡ് ബി ലൈക്ക് ദിസ്. ഇവിടെ ഒരു നോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് റോ നമ്പർ, കോളം നമ്പർ, വാല്യൂ ആൻഡ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഫീൽഡ്. സോ ഇവിടെ റോ നമ്പർ 0, ഈ 0, കോളം നമ്പർ 2, ഈ കോളം നമ്പർ, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ ഒരു എലിമെന്റിനെ നമ്മൾ ഒരു ലിങ്ക് ലിസ്റ്റിന്റെ നോഡായിട്ട് റെപ്രസെന്റ് ചെയ്തു. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ്, ദാറ്റ് ഈസ് നെക്സ്റ്റ് ഫീൽഡിൽ അടുത്ത ലൊക്കേഷൻ്റെ അഡ്രസ് ഉണ്ടാവും. ആൻഡ് ഇൻ ദാറ്റ് നോഡ് ആൾസോ വി ഹാവ് ഫസ്റ്റ് പൊസിഷൻ, വി ഹാവ് റോ നമ്പർ, സെക്കൻഡ് പൊസിഷൻ വി ഹാവ് കോളം നമ്പർ, ആൻഡ് തേർഡ് പൊസിഷൻ വി ഹാവ് കറസ്പോണ്ടിങ് വാല്യൂ. അതായത് 0th കോളത്തിലെ 4th കോളത്തിലെ വാല്യൂ എന്ന് പറയുന്നത് 4 തന്നെയാണ്. അടുത്ത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ 5 എന്ന് പറയുന്ന വാല്യൂ. സോ ഇങ്ങനെ ഇതിലുള്ള ഓരോ എലിമെന്റ്സിനും നമ്മൾ ഇങ്ങനെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നൗ ദിസ് ഇസ് ദ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ സ്പാർസ് മെട്രിക്സ്. Then
അടുത്ത സ്പാർസ് മെട്രിക്സ് വെച്ചുള്ള ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ. ബാക്കിയുള്ള ഒരുപാട് മെട്രിക്സ് ഓപ്പറേഷൻ അഡ്വാൻറ്റേജ് ഉണ്ട്. വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജ് ഈസ് ഫൈൻഡിങ് ട്രാൻസ്പോസ്. സോ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIJ എന്ന് പറയുന്ന വാല്യൂ, ith റോയും jth കോളും. അപ്പോൾ AIJ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ബിയിലേക്ക് ട്രാൻസ്പോസ്, എയുടെ ട്രാൻസ്പോസ് ആണ് ബി എങ്കിൽ ബിയുടെ JI എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസ്പോസ് കിട്ടുന്നത്. അത്തരത്തിൽ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് നോർമലി ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ലോജിക്കായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതായത് രണ്ട് നെസ്റ്റഡ് ലൂപ്പുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നോർമലി ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അതേ സമയത്ത് ഇതൊരു സ്പാർസ് മെട്രിക്സ് ആണ് സ്റ്റോർ ചെയ്യിക്കുന്നതെങ്കിൽ, സ്പാർസ് മെട്രിക്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യിക്കുന്നതെങ്കിൽ നമ്മൾ ഈ റോസിന്റെയും കോളംസിന്റെയും പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ 0 ഏതുകൊണ്ട് നമുക്ക് അറിയില്ല. അടുത്ത് 0 3 22 ഇതിന്റെ ട്രാൻസ്പോസ് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 3യും 0യും കൂടെ ഇന്റർചേഞ്ച് ചെയ്യാൻ മതി. ദാറ്റ് ഈസ് 3 0 എന്ന് പറയുന്ന ലൊക്കേഷന്റെ 22 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് ദ ട്രാൻസ്പോസ് ഓഫ് ദ മാട്രിക്സ്. സോ ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ മാട്രിക്സ്. ആ ഒറിജിനൽ മാട്രിക്സിനെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാണ് ഇത്. സോ ആദ്യത്തെ ഒരു റോയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ല, കാരണം ടോട്ടൽ നമ്പർ ഓഫ് റോസ്, ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് വാല്യൂസ് അതാണ്. അത് ബിയിലാണെങ്കിലും സെയിം ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് പൊസിഷനിൽ അഗൈൻ 0 0 ആണുകൊണ്ട് ഇവിടെയും നമുക്ക് വ്യത്യാസം അറിയില്ല, ഇവിടെയും 0 0 തന്നെ. സെക്കൻഡ് പൊസിഷനിലുള്ള റോ നമ്പർ 0, കോളം നമ്പർ 3യിൽ 22. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്കും റോ നമ്പർ 3, കോളം നമ്പർ 0, അവിടെയുള്ള വാല്യൂ 22. സോ ഈ രണ്ട് വാല്യൂസും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തിട്ടായിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടാവുക. 0 3 എന്നുള്ള മാറിയിട്ട് 3 0 ആയി. ഇതിലെ 0 5 എന്ന് മാറിയിട്ട് 5 0 എന്നാവും. ദെൻ 1 1 അതിൽ വ്യത്യാസം അറിയില്ല. 1 2 അത് 2 1 ആവും. ദെൻ 2 3 എന്നത് 3 2 ആവും. 4 0 എന്നുള്ളത് 0 4 ആവും. അതുപോലെ 5 2 എന്ന് പറയുന്നത് 2 5 ആവും. അപ്പോൾ ഇതിലെ റോസിന്റെയും കോളംസിന്റെയും വാല്യൂസ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ we can easily generate the transpose of the matrix. So ഇതാണ് നമ്മുടെ സ്പാർസ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. So thank you very much.